മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അതിന് വസ്ത്രമാണെങ്കിലും വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ഫുഡാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത വ്യക്തികളോട് പറയുക, നിങ്ങൾ ജീവിതത്തിൽ ഇനി ആരെ സഹായിക്കരുത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. നമ്മളെല്ലാവരും വയനാട്ടിലുണ്ടായ ആ വലിയ ദുരന്തം കണ്ടതാണ്. ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ട് കണ്ണീരോടെ ജീവിക്കുന്ന ചില മനുഷ്യരെയും നാം കണ്ടതാണ്. അവർ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ മാത്രമേ അവർക്ക് അവശേഷിച്ചതായിട്ടുള്ളൂ. ബാക്കി എല്ലാം നഷ്ടപ്പെട്ടു. ഇതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം, വീട്, അവർ എത്ര സന്തോഷത്തോടെ ആഡംബരത്തോടെയും ജീവിച്ചവരായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴെല്ലാം നഷ്ടപ്പെട്ട്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ഇപ്പോഴവർ താമസിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഒരുപാട് സ്വമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് അവർ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞു പോകുന്നത്. ആഹാരത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും എല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവർ കൊടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴവർ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ളവരെ സഹായിക്കാനായിട്ട് മലയാളികൾ ഒരുപാട് പേര് അവരുടെ അരികിലേക്ക് എത്തിയിട്ടുണ്ട്. മലയാളികൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരെ അവരെ തേടി അവർക്ക് ആവശ്യമായ സാധനങ്ങളുമായി അവരുടെ അരികിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ആളുകൾ കുറെ അധികം വസ്ത്രങ്ങളുമായിട്ട് അവരുടെ അരികിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ വസ്ത്രങ്ങളെല്ലാം ഇവിടെ അധികമായിട്ടുണ്ട്, ഇനി വസ്ത്രത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ തിരികെ അയക്കുവാണ്. ഈ വസ്ത്രങ്ങളുമായിട്ട് ഇനി എങ്ങനെ നാട്ടിലോട്ട് വീണ്ടും തിരിച്ചു പോകുമെന്ന് കരുതി അവർ ദീപ്തി എന്ന് പറയുന്ന ടീച്ചറെ വിളിക്കുകയാണ്. ദീപ്തി എന്ന ടീച്ചറെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള യൂട്യൂബ് ചാനലിലെ ഒരു സാമൂഹിക പ്രവർത്തകയാണ്. കാരണം പുള്ളിക്കാരി കാടിനുള്ളിലാണ് താമസിക്കുന്നത്. കാടിനുള്ള ആദിവാസികളെയൊക്കെ സഹായിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ആകുന്ന രീതിയിലൊക്കെ സഹായിച്ചും കൊടുത്തുമൊക്കെയാണ് അവരവിടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആ ദീപ്തി ടീച്ചറെ ഈ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളുകൾ വിളിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ കുറെ വസ്ത്രങ്ങളുണ്ട്, ഈ വസ്ത്രങ്ങളുമായിട്ട് ഞങ്ങൾ വയനാട്ടിൽ എത്തിയപ്പോൾ അവരുടെ ഒരുപാട് വസ്ത്രങ്ങളായി, അതുകൊണ്ട് അവരിത് എടുത്തിട്ടില്ല, ഞങ്ങൾ തിരിച്ചിനി കൊണ്ടുപോകുന്നില്ല, ടീച്ചറിന് വന്ന് ഇത് കൊണ്ടുപോകാമോ, ആദിവാസികൾക്കൊക്കെ കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറിനെ ഇവർ വിളിക്കുകയാണ്. ടീച്ചറിന് ഭയങ്കര സന്തോഷമായി. കാരണം ആദിവാസികളല്ലേ, അവർക്ക് വസ്ത്രങ്ങളായാലും അവർക്ക് ആവശ്യ സാധനങ്ങളായാലും കൊടുക്കാൻ പറ്റുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും. കാരണം കാടിനുള്ളിൽ താമസിക്കുന്നവരൊക്കെ നാട്ടിൻപുറത്ത് താമസിക്കുന്നത് പോലെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി ജീവിക്കുന്നവരല്ല, കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ടീച്ചർ അപ്പോൾ തന്നെ പറഞ്ഞു, ഓക്കെ ഞാൻ റെഡിയാണ്, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് എടുക്കാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് റെഡിയാക്കി ഇരിക്കുകയാണ്. പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ടീച്ചർ പറയുന്നത് നിങ്ങളെ കേൾപ്പിക്കാം. ഒരാഴ്ച മുന്നേ ഇതുപോലെ ഒരു കോള് വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന കുറച്ച് പേര് വയനാടിന് പോകും. അപ്പൊ അവര് വയനാടിന് ചെന്ന് കുറെ തുണികളും സാധനമായിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അവര് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെ ഉണ്ട്, ഇനി തുണികളുടെ ആവശ്യമില്ല, ടീച്ചറിനെ തിരിച്ചു കൊണ്ടു തരട്ടെ, കാട്ടിലുള്ളവർക്ക് കൊടുക്കുകയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കാരണം അവര് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് പോയവരാ, അപ്പൊ തിരിച്ചിനി ഇത് കൊണ്ടുപോകണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചത് നല്ല തുണികളാണോ എന്ന് ചോദിച്ചപ്പോൾ പുതിയ തുണികളാണ്, ബാക്കിയൊക്കെ വൃത്തിയാക്കി ഡ്രൈ ക്ലീൻ ചെയ്ത് നല്ല ഡ്രസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കാട്ടി കൊടുത്താൽ ഇന്ന് വരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല, ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴുകേണ്ടത് കഴുകിയോ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്യിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളൂ, മോശമായിട്ട് കൊടുക്കാറില്ല. അപ്പോ നല്ല തുണികളാ എന്നെല്ലാം പറഞ്ഞു. അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാതിരാത്രിയാവും, എന്നാ കുഴപ്പമുണ്ടെന്നില്ല, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് വെളുപ്പിന് 4 മണി 5 മണി ആ സമയത്ത് എത്തി. വീടിന്റെ അവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികൾ ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി നോക്കിയപ്പോഴേ ബോക്സ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവരതിന്റെ പുറത്ത് ഇരിക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു. കൊണ്ടുവന്നു. അപ്പൊ ഞാൻ 1-2 പേരോട് പറഞ്ഞു, നമുക്ക് തുണിയെല്ലാം അടുക്കി പെറുക്കി വെച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കണം. കാട്ടിലുള്ളവരോടും പറയേണ്ടി വന്നു, നമ്മൾ തുണിയും കൊണ്ട് വരും, എല്ലാം കുറെ വന്നിട്ടുണ്ട്. നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കില്ലേ, ഈ തറ തുടയ്ക്കുന്ന തുണിയില്ലേ, അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി. ഒരുപക്ഷെ ഇത് നമ്മളെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണികളാണ് ഇവര് കളക്ട് ചെയ്ത. അപ്പൊ എനിക്കിത് ഒന്ന് അറിഞ്ഞോണ്ട് കൊണ്ട് കളയാൻ, അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടെന്നുള്ളത്. യൂസ് ചെയ്ത തുണിക്കകത്ത് ഉൾപ്പെടുത്താൻ കൊള്ളൂല, അത്രയ്ക്കും വൃത്തികെട്ട തുണിയാണ്. ഞാനിത് എന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്, ആ വ്യക്തിയുടെ കൂടെ ഇത് കൊടുത്തില്ലേ, ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തില്ലേ. നിങ്ങൾ ഓർക്കുക, ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവര്. പെട്ടെന്ന് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടവർ, ആർക്ക് വേണേലും അങ്ങനെ വരാം. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നി കൊടുക്കരുത്, കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ കൊടുക്കണം. എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഇതുപോലെ പിഞ്ചി കീറി അല്ലെ നാറ്റമുള്ള ഇട്ടിട്ട് കഴുകാത്ത തുണികൾ വരെയുണ്ട്. അതൊക്കെ കിട്ടുമ്പോഴത്തെ അവസ്ഥയെ നോർത്തു വയ്ക്കും. അപ്പൊ അങ്ങനെയുള്ള തുണികളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളായത് നിങ്ങൾ ആ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയതല്ലേ?
അവര് നിങ്ങളുടെ ആരെയും ഭിക്ഷ വാങ്ങിച്ച് ജീവിക്കാനായിട്ട് ഇരിക്കുന്നവരല്ല. സന്തോഷത്തോടെ കുടുംബവുമായി ഒരുമിച്ച് ജീവിച്ചവരാണ്. പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി ജീവിക്കുന്നവരാണ്. അവരുടെ അരികിലേക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ മിനിമം നല്ല സാധനങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക, നല്ല വസ്ത്രങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക, നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാം നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്നവർക്ക് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവരുടെ ദുരിതത്തെ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതുമാത്രമല്ല, നിങ്ങൾക്ക് നാണമില്ലേ ഈ കാടിനുള്ളിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ഇന്നാ ഇവിടെയോ എടുത്തില്ല എന്നാ അവിടെ കൊണ്ട് കൊടുത്തേക്കാന്നുള്ള രീതിയിൽ ആ ടീച്ചറിനെ വിളിച്ച് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ അവിടെ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊക്കെ എങ്ങനെയുള്ള മനുഷ്യരാണ്? നിങ്ങൾ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഒരു പക്ഷെ കൊണ്ടുവന്ന ആളുകൾക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തുവാണെന്ന്. പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തായിരിക്കും അവരത് കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത്. എന്നാലും ഇത് കൊടുക്കാനുള്ള മനസ്സ് കാണിച്ച മനുഷ്യരെയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളൊക്കെ ഇട്ട് മാറിയ വസ്ത്രങ്ങൾ ഉടുക്കാനായിട്ട് ഇരിക്കുന്നവരാണോ ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ? നിങ്ങളെ പോലെ തന്നെ എല്ലാ സന്തോഷത്തോടും കൂടി, എല്ലാ സമാധാനത്തോടും കൂടി, എല്ലാ ആഡംബരത്തോടും കൂടി ജീവിച്ചവരാണ് അവരൊക്കെ. പെട്ടെന്നൊരു നിമിഷമാണ് അവർക്കെല്ലാം നഷ്ടമായത്. ഇന്ന് ഇവർക്ക് സംഭവിച്ചത് നാളെ നമുക്ക് സംഭവിച്ചുകൂടാ എന്നില്ല. ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ മിനിമം നല്ല സാധനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പുതിയത് വാങ്ങിച്ചു കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കൊടുക്കുന്ന സാധനം കീറാത്തത്, അഴുക്ക് പറ്റാത്തത്, വൃത്തിയുള്ളതൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. കഷ്ടമായിപ്പോ ഇത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമമായി. എന്താ, ദുരിതാശ്വാസ ക്യാമ്പിൽ അവരെടുത്തില്ല, അന്ന് ആദിവാസികൾക്ക് കൊണ്ട് തട്ടിയേക്കാം, അവരാകുമ്പോ എന്തും എടുത്തോളൂല്ലോ. അതാണോ നിങ്ങളുടെ വിചാരം? ബാക്കി ടീച്ചർ പറയുന്നതും കൂടെ കേൾക്കാം നമുക്ക്. എനിക്കിത് ശാലിനി ചേച്ചി സുലഭം എല്ലാം കൂടെ അഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു മൊത്തം ചീത്ത സാധനമായിട്ട് ഒന്നും ഉപയോഗിക്കുന്നത്. കാണുമ്പോഴേക്ക് ഭയങ്കര സങ്കടമായി പോയി. അത്രയും വിശ്വസിച്ച് നമ്മൾ സന്തോഷിച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കാലും ഇത്രയും നല്ല തുണികളല്ലേ വരുന്നതെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ നേരെ ഇത് കൊണ്ടുവന്ന ആളെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് കള്ളത്തരം പറഞ്ഞു തരരുതായിരുന്നു എല്ലാ തുണിയും കൂടെ. അപ്പൊ പേസ്റ്റ് ബോർഡൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട്, കാർട്ടൺ ബോക്സ് പൊട്ടിപ്പോയതുകൊണ്ട് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ചാക്കി കെട്ടി ഞാൻ ഇവിടെ വെക്കും. 2 അല്ലെ 3 ദിവസത്തിനകം ഈ സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകണം. അപ്പൊ എന്നോട് പറഞ്ഞു കളഞ്ഞേരെ, അല്ലെ കത്തിച്ച് കള, ഡിസ്പോസ് ചെയ്യുക, അവിടെ തന്നെ കളയത്തില്ല. ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്റെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട്, നിങ്ങൾ 2 ദിവസത്തിനകം വന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ബാക്കിയുള്ളവരോട് സംസാരിച്ചപ്പോൾ എല്ലാവരും കൈ ഒഴിഞ്ഞു. നീ അങ്ങനെ ഒറ്റയ്ക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ വന്ന് എടുത്തോളാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരാഴ്ചയായി. ഞാൻ സുലഭയുടെ ആശുപത്രി കേസ് കാരണം ഞാൻ രണ്ടാമത് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇനി ഒരു വിളിക്കും. നമ്മൾ കാട്ടിലുള്ളവർക്കാ കൊടുക്കുന്ന, അല്ലെ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ മോശം സാധനം കൊണ്ട് കളയുകയോ തള്ളുകയോ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഇതിന് മുന്നേ 1-2 പേര് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട്. അത് അങ്ങനെയേ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് പോസ്റ്ററായിട്ടൊക്കെ അയച്ചു തന്നില്ല എന്നോർത്ത് വിളിച്ച് പറഞ്ഞതല്ലാണ്ട് നമ്മളും തിരിച്ചുകൊണ്ടും അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമല്ല. ഇനിയിപ്പോ ഇങ്ങനെ വീട്ടിലെ തുണികൾ ഒഴിവാക്കാൻ വേണ്ടി അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചതേ അഡ്രസ്സിൽ നമ്മൾ തിരിച്ചങ്ങ് അയച്ചു തരും, അത്രേ ഉള്ളൂ. അപ്പൊ 1-2 പേരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി പരമാവധി ആൾക്കാർ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ വൃത്തിക്ക് കഴുകി തേച്ച് മടക്കി പ്രായം അനുസരിച്ച് മാറ്റി മാറ്റി തരുന്ന ആൾക്കാരുണ്ട്. ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ചെറുത് വലുതെന്ന് പറഞ്ഞ് വെച്ച് തരുന്നവരുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചില ബോക്സിലെയൊക്കെ തുണികളെന്ന് പറഞ്ഞാൽ വെയർത്തൂരിയിട്ട തുണികൾ ചെള്ളി പിടിച്ച് എല്ലാം കൂടെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ച് ബോക്സിലാക്കി കൊടുത്തത്. എന്തിനിങ്ങനെ കൊടുത്തു വിട്ടാണെന്ന് അറിയത്തില്ല. എനിക്ക് ഈ കൊടുത്തവരോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം, ഇങ്ങനത്തെ തുണി കൊടുത്തവര്. 2 അറിഞ്ഞ് കള്ളത്തരം വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് തിരിച്ചു കൊണ്ടുപോകണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വന്നില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചാൽ കൊണ്ട് അവിടെ കൊടുക്കും. ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടല്ലോ, നമ്പർ എന്തെങ്കിലും ഉണ്ട്, അത് മതി. അപ്പൊ ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും ചെയ്ത് കൊടുക്കാതിരിക്കുക. ദീപ്തി ടീച്ചറിന്റെ ഈ തീരുമാനത്തെ ഞാൻ ബഹുമാനത്തോടെയാണ് കാണുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുന്നവരോട് ഇങ്ങനെ തന്നെ പെരുമാറണം. അവർ കൊണ്ടുവന്ന സാധനങ്ങൾ അവരോട് എടുത്തോണ്ട് പോകാൻ തന്നെ പറയണം. പിന്നെ കാടല്ലേ, എവിടെങ്കിലും കൊണ്ട് കത്തിക്കുക എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത സാധനം കാടായതുകൊണ്ട് എല്ലാം വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് കാടിനെയും കൂടി നീ നശിപ്പിക്കണം, നാട് നശിപ്പിച്ചതുപോലെ. നാട്ടിൽ എന്തുവാണ് എവിടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത്? ഒരുമാതിരി ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ മൊത്തവും വേസ്റ്റ്, മൊത്തവും പ്ലാസ്റ്റിക്, ഒന്നു മാറി അസുഖങ്ങളാ. ഓർക്കുമ്പോ കാടിനുള്ളിലെങ്കിലും നല്ല ശ്വാസം ശ്വസിച്ച് കുറച്ച് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവരെങ്കിലും ജീവിച്ചു പോട്ടെ. നിങ്ങൾക്ക് വേണ്ടാത്ത വേസ്റ്റും കച്ചടയൊക്കെ കൊണ്ടുവന്ന് കളയാനുള്ള സ്ഥലമല്ല ഈ കാടെന്ന് പറയുന്നത്, കാട്ടിൽ താമസിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നതും. കൊടുക്കുന്നെങ്കിൽ ഒരു മനുഷ്യന് നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ മിനിമം നല്ലത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ സന്തോഷമാണ് നമ്മൾ അവരുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മളുള്ള എങ്ങനെയാണോ അതായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. അതിന് വസ്ത്രമാണെങ്കിലും വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ഫുഡാണെങ്കിലും എന്താണെങ്കിലും. ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത വ്യക്തികളോട് പറയുക, നിങ്ങൾ ജീവിതത്തിൽ ഇനി ആരെ സഹായിക്കരുത്. എന്തിനു നിങ്ങൾ ഇങ്ങനെ സഹായിക്കുന്നത്? നിങ്ങൾ ഉടുത്ത് കീറിയതും നിങ്ങൾ തുറച്ചതും നിങ്ങൾ കൈക്കല പിടിച്ചതും ഒക്കെയാണോ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊണ്ട് കൊടുക്കേണ്ടത്?
വളരെയധികം വിഷമമുണ്ട്. ഈ ഒരു അവസ്ഥയൊന്നും ഇനി ആർക്കും ഉണ്ടാവരുത്. നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ജോഡി ഡ്രസ്സ് കൂടിപ്പോയാൽ 300-400 രൂപയാവുമായിരിക്കും. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കുക. നമ്മൾ തന്നെ കണ്ടേ, തിരുവനന്തപുരത്തുള്ള ഒരു ഷോപ്പിലെ ഒരു ടെക്സ്റ്റൈൽസിലെ ഒരു മനുഷ്യൻ, അയാളുടെ ഷോപ്പിലെ സകല സാധനങ്ങൾ നിങ്ങൾ ബില്ലോ നിങ്ങൾ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എത്രയാന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും നിങ്ങൾ എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞതാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് ഇത് അഭിമാനമാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. അയാളുടെ ആ പ്രവൃത്തി അവർക്ക് പോലും നാണക്കേട് വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ഈ ചെയ്തിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ, പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കഴിയുന്നവർക്കൊക്കെ നമ്മൾ വസ്ത്രങ്ങളായാലും ആഹാരങ്ങളായാലും കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാ സന്തോഷത്തോടു കൂടി ജീവിച്ചവരാണ് അവരൊക്കെ. പെട്ടെന്നുള്ള നഷ്ടപ്പെടലിൽ ഇതൊക്കെ കാണുമ്പോൾ അവരുടെ വേർപാടിന്റെയും അവരുടെ ഇല്ലായ്മയും ഒക്കെ വീണ്ടും വീണ്ടും അവർ ഓർക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ജീവിച്ചവരാണ്, ഇന്നിപ്പോ ഈ ഒരു അവസ്ഥയിൽ കഴിയേണ്ട വന്നല്ലോ, ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കേണ്ട വന്നല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ നാം ശ്രമിക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.